വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവരുടെയും പഠനം ഉഷാറായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ CSEB എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ പറയുന്ന ഒരു ഭാഗം നമ്മുടെ വൊക്കാബുലറി ആണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒരു ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ബേസ് എന്ന് പറയാൻ പറ്റില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം എങ്ങനെ വൊക്കാബുലറി പഠിക്കണം എന്ന് നോക്കാം കേട്ടോ. സോ ത്രൂ ഔട്ട് കാണുക, ടിപ്സ് പറയുന്നുണ്ട്, ത്രൂ ഔട്ട് കാണണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റാറ്റ് റേസ് എമംഗ് ദി ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ്. റാറ്റ് റേസ് ഇഡിയമാണ്. റാറ്റ് റേസ് എമംഗ് ദി ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ്. എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ റാറ്റ് റേസ് എന്ന വാക്കിന്റെ അർത്ഥമാണ് നമുക്ക് അറിയേണ്ടത്. അതൊരു ഇഡിയമാണ് അല്ലെ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കറപ്ഷൻ ഓഫ് ലീഡേഴ്സ്, ഫേവറിറ്റിസം, ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ, കറപ്ഷൻ ഓഫ് പീപ്പിൾ. ഇത് നമുക്ക് ഈ സെന്റൻസ് വായിക്കുമ്പോൾ ഇതല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഫേവറിറ്റിസം, കറപ്ഷൻ ഓഫ് പീപ്പിൾ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ലീഡേഴ്സിന് ഇടയ്ക്ക് നടക്കുന്നത് ഒന്ന് നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ ഉള്ളത് ഒന്ന് കറപ്ഷനും പിന്നെ ഫേവറിറ്റിസവും ഫിയേഴ്സ് കോമ്പറ്റീഷനുമാണ്. നിങ്ങളെ തെറ്റിക്കാൻ തന്നെയാണ് അവർ ആദ്യം കറപ്ഷൻ ഇട്ടിരിക്കുന്നത്. ആൻസർ ഇസ് ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ. എന്താ പറയാ, പവറിന് വേണ്ടിയിട്ടുള്ള മത്സരം. അതാണ് ഈ റാറ്റ് റേസ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ റാറ്റ് റേസ് മറക്കരുത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റാറ്റ് റേസ് മീൻസ് ഫിയേഴ്സ് കോമ്പറ്റീഷൻ. ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിവിയർ കോമ്പറ്റീഷൻ, ഭയങ്കരമായിട്ടുള്ള മത്സരം. എന്തിനു വേണ്ടി? ആ ഒരു പദവിക്കും ആ ഒരു പൊസിഷനും പവറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫിയേഴ്സ് കോമ്പറ്റീഷൻ ആണ് റാറ്റ് റേസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വേർഡ് ഇസ് മിസ്പെൽഡ്? ഏതാണ് തെറ്റായിട്ട് ഇവിടെ സ്പെല്ലിംഗ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫെൻസിബിൾ, മാനേജബിൾ, സ്കൗണ്ട്രൽ, ഒക്യുപ്പന്റ്. ഇവിടെ വാക്കുകളുടെ അർത്ഥം വലിയ പ്രശ്നം വരുന്നില്ല, നമുക്ക് അത്യാവശ്യം അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. ഡിഫെൻസിബിൾ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? അല്ല. എന്താണ് അവിടെ പ്രശ്നം? സി അല്ല, എസ് ആണ് ഇവിടെ വരിക അല്ലെ. ഡിഫെൻസിബിൾ. ഓക്കെ, നമുക്ക് സെൻസിബിൾ എന്നുള്ള വേർഡൊക്കെ വെച്ച് ഊഹിക്കാവുന്നതാണ്. മാനേജബിൾ നമുക്കറിയാം എന്താണെന്നുള്ളത്, മാനേജ് ചെയ്യാൻ പറ്റുന്നത്. സ്കൗണ്ട്രൽ അറിയാം. ഒക്യുപ്പന്റ്, അത് ഒക്യുപ്പൈ ചെയ്യുന്ന ആള്. ഏതായാലും മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഡിഫെൻസിബിൾ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആന്റോണിം ഓഫ് ഫിക്കിൾ. ഫിക്കിൾ ഫ്രണ്ട് എന്നൊക്കെ പറയും നമ്മൾ. എന്താ ഈ ഫിക്കിൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ അയാളെ ഫിക്കിൾ ഫ്രണ്ട് എന്ന് വിളിച്ചു നോക്കും. ഇപ്പൊ നമ്മൾ മറക്കില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫിക്കിൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്, കോൺസ്റ്റന്റ് അല്ല, ഓൾവേസ് ചേഞ്ചിങ്. എങ്ങനെ മാറും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഫിക്കിൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഫിക്കിൾ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്കിൾ മീൻസ് ഓൾവേസ് ചേഞ്ചിങ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഫിക്കിൾ ചെയ്യുക, ഫിക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതാണ് ഫിക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? അതിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിക്കിളിന്റെ ആന്റോണിം എന്താണ്? കോൺസ്റ്റന്റ്. ഫിക്കിളിന്റെ ആന്റോണിം എന്താണ്? മാറാത്തത്, സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. എന്താ അത് വരിക? കോൺസ്റ്റന്റ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സിനോണിം ഓഫ് ക്വി വൈവ്. ഫോറിൻ വേർഡ് ആണ്. ക്വി വൈവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, അപ്പം എന്താ? അതൊരു നമുക്കറിയാം ലാറ്റിൻ വേർഡ് ആണ് അല്ലെ. സോ ക്വി വൈവ് എന്ന വാക്കിന്റെ അർത്ഥം അലൂഫ് ആണോ, എലൈറ്റ് ആണോ, അലേർട്ട് ആണോ, അലോൺ ആണോ? അതായത് നിങ്ങൾ ലുക്ക് ഔട്ട് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അലേർട്ട്, അതാണ് ഈ ഒരു ക്വി വൈവ് എന്ന വാക്കിന്റെ അർത്ഥം. സോ അറിയാത്തവർ പഠിക്കുക. വളരെ കോമൺ ആയിട്ട് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വി വൈവ്. എന്താണ്? അലേർട്ട്, ക്വി വൈവ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കാം. എന്തായിരുന്നു? റാറ്റ് റേസിന്റെ മീനിങ് എന്താണ്? റാറ്റ് റേസ് മീൻസ് ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ അല്ലെ. ഫിക്കിൾ, ഫിക്കിൾ മീൻസ് ഓൾവേസ് ചേഞ്ചിങ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കോൺസ്റ്റന്റ് അല്ലെ, സ്റ്റഡി ആയിട്ട് നിൽക്കുക. അടുത്തത് ക്വി വൈവ് മീൻസ് അലേർട്ട് അല്ലെങ്കിൽ ഇപ്പം ലുക്ക് ഔട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് ക്വി വൈവിന്റെ ആൻസർ. ഇനി എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ ഈസി ആയിട്ട് അതിന്റെ ഉത്തരം പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിന്റെ ഓപ്ഷൻസ് നമ്മൾ പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നോക്കിക്കേ, ബോട്ടം ലൈൻ, റെഡ് ലെറ്റർ ഡേ, 11th hour, ഡെഡ് ലൈൻ. ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ബോട്ടം ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോട്ടം ലൈൻ ഓഫ് ദി സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇനി റെഡ് ലെറ്റർ ഡേ, നമ്മുടെ കലണ്ടറിൽ റെഡ് ലെറ്റർ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? സന്തോഷം തോന്നും അല്ലെ. സോ എ പ്ലസന്റ് ഓർ മെമ്മറബിൾ ഡേ അല്ലെ. ഇപ്പം ഗാന്ധി ജയന്തി അല്ലെ, അത് ഓർക്കേണ്ട ദിവസമാണ്. സോ ഇറ്റ് ഇസ് റെഡ് ലെറ്റർ ഡേ. പ്ലസന്റ് ഓർ മെമ്മറബിൾ ഡേ ആണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. 11th hour
നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന എപ്പോഴാ? അവസാന നിമിഷം, ദ ലേറ്റസ്റ്റ് പോസിബിൾ മൊമെന്റ് അല്ലെ, ഏറ്റവും അവസാന നിമിഷം ഏതാണോ അവിടെ സാധ്യമാകുന്നത് അതിനാണ് നമ്മൾ 11th hour എന്ന് പറയുന്നത്. അപ്പൊ 11th hour എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയം ഓർത്താൽ മതി, അവസാന നിമിഷം അല്ലെ. അപ്പം ഡെഡ് ലൈൻ ആണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടൈം, അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ടൈമാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. സോ ബോട്ടം ലൈൻ നിങ്ങൾക്കറിയാം, റെഡ് ലെറ്റർ ഡേ ഇനി മറക്കില്ല അല്ലെ. 11th hour നമുക്കറിയാം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഡെഡ് ലൈൻ, ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. ഓക്കെ, അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ETC. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസിലൊക്കെ എഴുതുന്ന ഒരു സാധനമാണ് ETC. ഇതെന്താ സാധനം? നമ്മൾ എക്സെട്ര എന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്നൊക്കെ തോന്നും, പക്ഷെ അല്ല, ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾ ഫോറിൻ വേർഡ്സ് പഠിക്കുമ്പോൾ ചില വാക്കുകളുണ്ട്, ഇപ്പം എക്സെട്ര ഉണ്ട്, വൈവ, അങ്ങനെ കുറച്ച് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന BC അങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ട്. അതൊക്കെ എവിടുന്ന? എക്സാമ്പിൾ എവിടുന്ന് വന്നു അല്ലെ? എക്സംബ്ലി ഗ്രാഷ്യ, അതാണ് എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ ഭാഗത്തു നിന്നുള്ള സാധനങ്ങൾ അത്യാവശ്യം നമ്മുടെ CSEB പരീക്ഷകളിൽ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എക്സെട്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ? എറ്റ്സെട്രയാണ്. അപ്പൊ അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ. കാരണം ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് മാറ്റി നിർത്തി പഠിക്കുക പോസിബിൾ അല്ല. സോ എക്സെട്ര അല്ല, എറ്റ്സെട്ര കേട്ടോ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് ഓഡ് വൺ ഔട്ട്. ചിർപ്പ്, ട്വിറ്റർ, ട്വീറ്റ്, ട്വിസ്റ്റ്. അതിനകത്ത് ട്വിറ്ററും ട്വീറ്റും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ അത്? ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ട്വിറ്ററിന്റെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ബട്ട് ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് വരുന്നത് അല്ലെ. സോ ട്വിറ്ററും ട്വീറ്റും ബേർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ചെറുപ്പിന്റെ അർത്ഥം കിട്ടിയില്ലെങ്കിലും എന്ത് മനസ്സിലാക്കാം? ട്വിസ്റ്റ് അതുമായിട്ട് ബന്ധമില്ലാത്തതെന്ന് മനസ്സിലാക്കാം അല്ലെ. പക്ഷെ ഈ 3 വാക്കുകളും ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ബേർഡ് സൗണ്ട്സ് കേട്ടോ. അപ്പം ഓഡ് വൺ ഏതാ? ട്വിസ്റ്റ് ആണ് നമ്മളുടെ ആൻസർ. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരിവ് അല്ലെ. അതുമായിട്ട് മുകളിലത്തെ 3 വാക്കുകൾക്കും ബന്ധമില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ട്വിസ്റ്റ്. ഇനി ഓംബ്രോഫോബിയ. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വൺ വേർഡ്സ് നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. എന്താണ് ഫോബിയാസ് എന്ന് പറഞ്ഞാൽ? ഫോബിയ, പേടി, ഭയം അല്ലെ. ഭയം, അതാണ് ഫോബിയ. അപ്പം ഈ ഫോബിയ എന്ന വാക്ക് കേട്ടാൽ നമുക്കത് ഭയമാണെന്ന് ഉറപ്പാണ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ട്? അതാണ് നമുക്ക് അറിയേണ്ടത്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഓംബ്രോഫോബിയ. ഓംബ്രോ, അംബ്രല, മഴയുമായിട്ടാണ് കൊടയ്ക്ക് ബന്ധം അല്ലെ. സോ റെയിനുമായിട്ടാണ് എന്ത്? അംബ്രലയ്ക്ക് ബന്ധം. അംബ്രല, ഓംബ്രോഫോബിയ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സോ ഓംബ്രോഫോബിയ ഈസ് ദ ഫിയർ ഓഫ് റെയിൻ. ഇറ്റ്സ് ദ ഫിയർ ഓഫ് റെയിൻ. ഇതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് കുറെ വാക്കുകൾ ഇങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ പറയാ, നോക്കിക്കേ. ആന്ത്രോഫോബിയ. ഇതെന്താ സാധനം? ആന്ത്രോഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാൽ പേടിയാന്ന് നമുക്കറിയാം അല്ലെ. ആന്ത്രോ എവിടെയെങ്കിലും കേട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിക്കേ. സിമ്പിൾ ആണ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. നിങ്ങളുടെ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്, പല എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. എന്താണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാല്? മനുഷ്യ സ്നേഹി. ആ ആന്ത്രോ എന്ന് പറയുന്ന വേർഡ്, അതായത് ഫിലാന്ത്രോപ്പിസ്റ്റ് എഴുതി നോക്കിക്കേ. ദാ ഫിലാന്ത്രോപ്പിസ്റ്റ് അല്ലെ, മനുഷ്യ സ്നേഹി. ഈ ആന്ത്രോ എന്ന് പറയുന്ന വേർഡ് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഫിൽ എന്നത് ലവുമായി ബന്ധപ്പെട്ടതാണ്. സോ മനുഷ്യ സ്നേഹി, ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പൊ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ആന്ത്രോ എന്ന് പറഞ്ഞ വേർഡ് കണ്ട ഉറപ്പിക്കാം, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോബിയ എന്ന വാക്കുമായിട്ട് കണ്ട ഓർക്കാം, എന്താണ്? ഭയം. സോ മനുഷ്യനെ ഉള്ള പേടി. ഫിയർ ഫോർ പീപ്പിൾ അല്ലെങ്കിൽ ഫിയർ ഫോർ മാൻ. ഫിയർ ഓഫ് മാൻ, അതാണ് ആന്ത്രോഫോബിയ. അപ്പൊ വീണ്ടും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ആൻഡ്രോഫോബിയ? സ്പെല്ലിംഗിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആൻഡ്രോഫോബിയ, ആൻഡ്രോ. ഫോബിയ പേടിയാണ്. സോ ആൻഡ്രോഫോബിയ എന്തായിരിക്കും? നിങ്ങൾ ആൻഡ്രൂസ് എന്നുള്ള പേര് കേട്ടിട്ടില്ലേ? ആൻഡ്രൂസ് എന്നുള്ള പേര് പുരുഷന്മാരുടെയാണ് അല്ലെ. സോ ആൻഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷനെ കുറിച്ചുള്ള പേടി. സോ ആൻഡ്രോ, ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു മെൻ. മനസ്സിലായോ? പുരുഷനെ പേടിയാണ് ആൻഡ്രോഫോബിയ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാക്ക് എന്താ വരിക? പോളി ആൻഡ്രി. അതെന്താ സാധനം? പോളി ആൻഡ്രി. ആൻഡ്രി. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മെൻ. പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ എന്താ അത്?
ഒന്നിലധികം പുരുഷന്മാരുള്ള അല്ലെങ്കിൽ ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള സ്ത്രീ, അതാണ് അല്ലെങ്കിൽ സ്പൗസ്, അതാണ് എന്ത് പോളി ആൻഡ്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള, അതാണ് പോളി ആൻഡ്രി എന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ പോളി മീൻസ് ഒന്നിലധികം. സോ അങ്ങനെയാണെങ്കിൽ പോളിഗമി എന്താണ്? പോളിഗമി എന്താണ്? പോളി മീൻസ് ഒന്നിലധികം, ഗമി മീൻസ് എന്താണ്? ഗമി എന്താണ്? മാരേജ്. സോ ഒന്നിലധികം കല്യാണം കഴിച്ചിട്ടുള്ള ആള്, അതാണ് പോളിഗമി, അല്ലെങ്കിൽ ഒന്നിലധികം കല്യാണം കഴിക്കുന്ന സിസ്റ്റം, അതാണ് പോളിഗമി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഈ സാധനം പഠിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഫിലാന്ത്രോപ്പിസ്റ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് മിസാൻഡ്രോപ്പിസ്റ്റ്? മിസാൻഡ്രോപ്പിസ്റ്റ് വളരെ ഈസിയാണ്, അത് കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വേർഡാണ് മിസാൻഡ്രോപ്പിസ്റ്റ്. ആൻഡ്രോ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ. ഫിൽ എന്ന് പറഞ്ഞാൽ ലവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മിസ്. സോ മിസാൻഡ്രോപ്പിസ്റ്റ് മീൻസ് വൺ ഹു ഹേറ്റ്സ് മാൻ, മനുഷ്യവിരോധി. അപ്പൊ മിസ് എന്ന വാക്ക് എവിടെ കേട്ടാലും നിങ്ങൾ ഇനി എന്തോർക്കണം? വെറുപ്പ് എന്നോർക്കണം. ഫിൽ എന്ന വാക്ക് എവിടെ കേട്ടാലും നിങ്ങൾ എന്തോർക്കണം? ലവ് എന്നോർക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിസോഗമിസ്റ്റ്. മിസ് എന്ന വാക്ക് കേട്ടാൽ നമ്മൾ എന്തോർക്കണം എന്നാ പറഞ്ഞത്? യെസ്, വെറുപ്പ്. ഗമി മീൻസ് മാരേജ്. സോ കല്യാണം വെറുക്കുക, അതാണ് മിസോഗമിസ്റ്റ്. മനസ്സിലായോ? അതുപോലെ കുറേ വാക്കുകളുണ്ട്, നമ്മൾ ഈസി ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വാക്ക്. ബിബിലിയോഫോബിയ, ഫിയർ ഓഫ് ബുക്സ്, അല്ലെ? അങ്ങനെ കുറേ ഫോബിയാസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ഏതായാലും ഓംബ്രോഫോബിയ മീൻസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു റെയിൻ. ഫിയർ ഓഫ് റെയിൻ ആണ് ഓംബ്രോഫോബിയ എന്ന് പറയുന്ന അംബ്രല എന്ന് ഓർക്കുക ട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് വൊക്കാബുലറി പഠിച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് വൊക്കാബുലറി പഠിക്കുക എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം നമ്മുടെ മാർക്കിംഗ് സിസ്റ്റവും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും വ്യത്യാസം വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 20 ക്വസ്റ്റ്യൻ 10 മാർക്കിനാണെങ്കിൽ ഇപ്രാവശ്യം 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. എന്നാൽ പോർഷൻസ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് കൂടി പോയ 2 ടോപ്പിക്ക് മാറ്റി നിർത്താം, എന്നാൽ പോലും നമ്മുടെ ടോപ്പിക്സ് ഓൾ ദ മോർ സെയിം ആണ്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് എന്തിനു വരും? ഗ്രാമറിനും വരും. 5 മാർക്ക് വൊക്കാബുലറിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മാർക്ക് മാറിയത് കൊണ്ട് തന്നെ പുതിയൊരു എക്സാം പാറ്റേണിലേക്ക് വരുന്നതുകൊണ്ട് ഇങ്ങനൊരു ചേഞ്ചും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എന്ത് ചെയ്യുക? ആ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കണം. ഇനിയുള്ള ദിവസം നമുക്ക് എല്ലാം ഓരോന്നും പഠിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താൻ പറ്റും, അല്ലേ? അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബൂസ്റ്റർ കോഴ്സ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് എപ്പോഴും നമുക്ക് കോൾ വരാറുണ്ട്. കാരണം എല്ലാ പ്രാവശ്യവും നമ്മുടെ ബൂസ്റ്റർ കോഴ്സ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് സക്സസ് ആണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ബൂസ്റ്റർ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. 10 ദിവസം 20 മണിക്കൂർ, ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇത് മതി ഇപ്രാവശ്യത്തെ CSEBക്ക് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളൊരു മാർക്കിലേക്ക് എത്താനായിട്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പല സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്ന് ക്രോഡീകരിക്കാനും ഈ പുതിയ മാറിയ സിലബസ് അനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബൂസ്റ്റർ കോഴ്സ് ഉറപ്പിക്കാൻ പറ്റും. 10 ദിവസം 2 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഏതായാലും നിങ്ങൾ പഠിക്കാൻ പോവാണ്, അല്ലേ? അപ്പം നിങ്ങൾ മാത്രമായിട്ടിരുന്ന് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും വിട്ടുപോകാനും അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം അതിലോട്ടൊന്നും പോകണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ 10 ദിവസത്തെ 20 മണിക്കൂർ യൂസ് ചെയ്യാം. എന്ത് പഠിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ മറക്കണ്ട, CSEBയുടെ ബൂസ്റ്റർ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആരംഭിക്കുകയാണ്. 10 ദിവസം 20 മണിക്കൂർ. ഇത്രയും മതി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ മാർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്കും നിങ്ങളുടെ പഠനം ക്രോഡീകരിക്കാനും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കുട്ടികൾ ചോദിക്കുന്നത്, സിലബസ് മാറിയില്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഇനി പഠിച്ചാൽ കിട്ടുമോ? ഒരുപാട് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. മാറ്റം വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള മാർക്കിലേക്ക് എത്താനുള്ള സമയം ഇപ്പോഴും ഉണ്ട്, അല്ലെ? എല്ലാവരും ഒരേ തട്ടിലല്ലേ കുറെ നാളായിട്ട് പഠിക്കുന്നവരായിക്കോട്ടെ, ആരാണെങ്കിലും ഈ ഒരു പുതിയ പാറ്റേണിലെ പരീക്ഷ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒരേ തട്ടിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും എല്ലാവർക്കും അവസരമുണ്ട്. ആ അവസരത്തെ ഒന്ന് ബുദ്ധിപരമായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. സോ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8921440580. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കണ്ടോ, ആന്തോഫോബിയ. അപ്പൊ എന്താണെങ്കിലും ആന്തോഫോബിയ, ഓംബ്രോഫോബിയ പറഞ്ഞു, അല്ലെ? ആന്ത്രോഫോബിയ പറഞ്ഞു, ആൻട്രോഫോബിയ പറഞ്ഞു. അപ്പൊ ആന്തോഫോബിയ എന്തായിരിക്കും? ആന്തൂറിയം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഫ്ലവർ അല്ലേ അത്? അപ്പൊ ആന്തോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ഫ്ലവർ. കണ്ടോ, ഫോബിയ ഫിയർ ആണ്, ആന്തൂറിയം എന്ന് ഓർക്കുക. സോ ആന്തോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇനി വീണ്ടും ഓഡ് വൺ പിക്ക് ചെയ്യണം നമ്മൾ.
മാൽഡി ക്യൂർ സിക്നസ് എയിൽമെന്റ്. എന്താ അത്? ഓഡ് വൺ പിക്ക് ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് സിക്നസ്സും എയിൽമെന്റും എന്താണെന്നറിയാം, അസുഖമാണെന്നറിയാം. അപ്പൊ തന്നെ നമുക്ക് ക്യൂറിനെ ഒരു സംശയമുണ്ട് അല്ലെ. പക്ഷെ ഇതിവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഡൗട്ടും ഉണ്ട്. പക്ഷെ മാൽഡി എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീം ആയിട്ടുള്ളൊരു അസുഖം അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അതാണ് മാൽഡി എന്ന് പറയുന്നത്. സോ ആൻസർ എന്ത് തന്നെയാണ്? ക്യൂർ ആണ്. കാരണം ഇത് മൂന്നും ഒരു കാറ്റഗറിയാണ്, വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്. ആര് തന്നെയാണ്? ക്യൂർ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അക്ബർ വാസ് ഡാഷ് ടു ഹുമയൂൺ. അക്ബർ വാസ് ഡാഷ് ടു ഹുമയൂൺ. ഹെയർ മുടിയാണ്. ഹയർ നമ്മൾ പോസ്റ്റേഴ്സ് കണ്ടുണ്ടാവും അല്ലെ, ഹയറിംഗ് പോസ്റ്റേഴ്സ്, റിക്രൂട്ട് ചെയ്യുക അല്ലെ, ഹയറിംഗ് റിക്രൂട്ടർ. പിന്നെ ഹിയർ ഇവിടെ എയർ, HEIR, അനന്തരാവകാശി. ഹുമയൂണിന്റെ അനന്തരാവകാശിയായിരുന്നു ആര്? അക്ബർ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇത് കൂടാതെ ഒരാളും കൂടി ഉണ്ട്, HARE, ഹെയർ. അതെന്താ? അത് മുയലിന്റെ ഒരു ഇത് അല്ലെ, ഹെയർ. അപ്പം ഇവിടെ കണ്ടോ, ഈ ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന ഏകദേശം 4 വാക്കുകൾ 5 വാക്കുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് അക്ബർ എന്ന് പറയുന്ന ആരുടെ? അക്ബർ ഇസ് ദൻ ഹെയർ ടു ഹുമയൂൺ. ഓക്കെ, അടുത്തത് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ടോർമെന്റ്. ടോർമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അർത്ഥം പറഞ്ഞാലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ, ആന്റോണിം പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ ആന്റോണിം ഓഫ് ദ വേർഡ് ടോർമെന്റ് എന്താണെന്നാണ് ചോദ്യം. റെസ്റ്റ് അല്ല നമുക്കറിയാം അല്ലെ. എന്താണ് മീനിങ്? എന്താണ് ടോർമെന്റിന്റെ? അതാദ്യം പറയാം. ഗ്രേറ്റ് പെയിൻ, ഭയങ്കര വേദന അല്ലെ. സോ എന്താണ്? ടോർമെന്റ് മീൻസ് ഗ്രേറ്റ് പെയിൻ ആണ്. അപ്പം റെസ്റ്റ് ശരിയാവില്ല. റിസീഡ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുക. റീ എന്ന് പറഞ്ഞാൽ പിന്നോട്ട്. റിപ്ലൈ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി, പുറകിലോട്ട്. റിവേർട്ട്, എല്ലാം റീ വരുമ്പോൾ പുറകോട്ടാണ്. സോ റിസീഡ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് നടക്കുക. അപ്പൊ അതുമായിട്ട് ഈ പറഞ്ഞ വേദനയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. റിലീസ് അല്ല, റിലീവ്. അപ്പോൾ റിലീവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആശ്വാസം. സോ വേദനയുടെ ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ്? ആശ്വാസമാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ഒന്നും നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. ഈസി ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിലും പഠിക്കാവുന്ന വൊക്കാബുലറി തന്നെ ചോദിക്കുന്നുള്ളൂ. സോ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുക, മുന്നോട്ട് തന്നെ പോവുക. ഏതായാലും നമ്മൾ ഇറങ്ങി, നമുക്കൊന്ന് നന്നായിട്ട് തന്നെ പഠിച്ചു നോക്കാം അല്ലെ. സോ 10 ദിവസം 20 മണിക്കൂർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബൂസ്റ്റർ കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് പെട്ടെന്ന് വിളിച്ചോളുക, ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷുമായിട്ട് ഞാനും ഉണ്ടാവും. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.